നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, അമ്മയ്ക്ക് ഞാൻ അന്യായിരിക്കുന്നു. അമ്മ എനിക്ക് കല്യാണം ആലോചിച്ചിരിക്കുന്നു. എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ അമ്മയ്ക്കൊരു ശല്യം തീരുമല്ലോ. നന്ദിനി, മോളങ്ങനെയൊന്നും പറയരുത്. അമ്മ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കോ? അയ്യോ, ചെമ്പകമംഗലത്ത് ജീവിക്കുമ്പോഴാ ഞാൻ നന്ദിനി. അല്ലാത്തപ്പോ ഞാൻ ആർക്കും വേണ്ടാത്തൊരു ജന്മോ, ഒരു അനാഥ പെണ്ണ്. ഇവിടെ ഞാൻ അന്യായി. സത്യത്തിൽ എന്തിനാ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നത്? എന്റെ പൊന്നു മോളെ, എന്റെ മോളെ, അമ്മയെ നീ ശപിക്കല്ലേ. നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്തരം സ്വപ്നങ്ങളൊക്കെ എന്നെ ഞാൻ കരിച്ചു കളഞ്ഞു അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പമുള്ള ഒരു ജീവിതം, അത് മാത്രമാണ് എന്റെ സ്വപ്നം. എന്റെ വൈകമോളുടെ അമ്മൂമ്മയെ അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ അമ്മ? മോളെ, മോളെ നന്ദിനി, ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഗിരി ചെറുപ്പകാലത്ത് നിന്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കിയപ്പോ അമ്മ തെറ്റിദ്ധരിച്ചു അവനോട് നിനക്ക് വലിയ ഇഷ്ടമുണ്ടോന്ന്. ഞങ്ങളൊക്കെ പഴയ മനുഷ്യരല്ലേ മോളെ. ആണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പഴയ കാലത്തിൽ ജനിച്ചവർ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ രീതികളൊന്നും ഞങ്ങൾക്ക് വശമില്ല. എനിക്ക് ഗിരിയോട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അച്ഛാ. എന്റെ മോള് അമ്മയോട് ക്ഷമിക്കേ. ഞാൻ നിനക്ക് കല്യാണവും ആലോചിക്കുന്നില്ല, ഒരു ചുക്കും ആലോചിക്കുന്നില്ല. ദേ, നീ ആ കെട്ടുവെച്ചിരിക്കുന്ന ബാഗുകളൊക്കെ എടുത്ത് അലമാരയെ കൊണ്ടുവയ്ക്കേ. ഇല്ല, ആ ബാഗുകൾ ഞാൻ തിരികെ അലമാരയിൽ വയ്ക്കില്ല. അച്ഛാ, മണി 10 എഴുന്നേൽക്കാത്തെന്താ? അച്ഛന്റെ മുഖം എന്താ വാടിയിരിക്കുന്നെ? എന്താ സങ്കടാണോ? ഒന്നുമില്ല. നുണ പറയുന്ന എന്തിനാ അച്ഛാ? അച്ഛന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനാണെന്ന്.
ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു മോളെ. ഇങ്ങനെയൊക്കെ പറയാതച്ഛാ. കേസ് കോടതിയിലല്ലേ? ആ കേസ് അച്ഛൻ അനുകൂലമായിട്ട് വിധിക്കും. പേടിക്കണ്ട. കേസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ എന്തിന്റെ കാര്യത്തിൽ അച്ഛന് ടെൻഷൻ? ഏതോ ഒരു വലിയ കാര്യം അച്ഛന്റെ മനസ്സിനെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. പറയച്ചാ. ഏയ്, ഒന്നുമില്ല മോളെ. ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ? അമ്മ കല്യാണം കഴിച്ചു പോവെന്നുള്ള സങ്കടമാണോ അച്ഛന്? അതാണ് എന്റെ അച്ഛന്റെ പ്രശ്നം. എനിക്ക് ദേവിയെ മറക്കേണ്ടി വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. സാഹചര്യമൊന്നും പറയണ്ട. തെറ്റുകളൊക്കെ തെറ്റുകൾ തന്നെയാ. മോളും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ വന്നതേ ഒരു ഗുഡ് ന്യൂസ് പറയാനാ. ഗുഡ് ന്യൂസോ? അമ്മ മുത്തശ്ശിയോട് ആ കല്യാണത്തെ എതിർത്തു. തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവെന്ന് അമ്മ പറഞ്ഞു. മനസ്സൊന്ന് തണുക്കാൻ വേണ്ടി ഞാൻ നടന്ന കാര്യം അതുപോലെ വിശദീകരിക്കാം. അതായത് അമ്മ എന്നെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഈ മകളുടെ മനസ്സ് ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കോ? എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അത്തരം സ്വപ്നങ്ങളൊക്കെ എന്നെ ഞാൻ കരിച്ചു കളഞ്ഞു അമ്മ. ഞാൻ നിനക്ക് കല്യാണവും ആലോചിക്കുന്നില്ല, ഒരു ചുക്കും ആലോചിക്കുന്നില്ല. എന്റെ അമ്മയായ അച്ഛന്റെ ദേവി സാധാരണ പെണ്ണൊന്നും അല്ല. മൈ മദർ ഇസ് എ ഗോഡസ്, നോ ഡൗട്ട്. അച്ഛൻ ഇപ്പൊ ഹാപ്പിയാണോ? ഓ, ചിരിച്ചു. കള്ള ചേരാം. ദേവി എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല മോളെ. ഈ ദേവിക്കും അങ്ങനെ തന്നെയാ. അച്ഛനമ്മയെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ മറക്കാനുള്ള വലിയ മനസ്സ് അമ്മയ്ക്കുണ്ട്. അതെ, അതൊക്കെ എനിക്കറിയാം. അതാ അവൾ എന്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ ഒറ്റ വിഗ്രഹമേ ഉള്ളൂ, അത് അച്ഛനാ. ഓ, പ്രണയം പ്രണയം, വയസ്സാം കാലത്തെ പ്രണയം. പൊടി കൊടുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.